നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും യാദൃശ്ചിക സംഭവമല്ല. ദൈവം തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു സത്യമാണ്. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന 3 ലക്ഷണങ്ങൾ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? എന്ത് ചെയ്താലും കാര്യങ്ങൾ ശരിയാകാത്ത അവസ്ഥയാണ്. പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ലെന്ന തോന്നലുണ്ടോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം ഈ 3 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. മറിച്ച് നിങ്ങളെ ഉയർന്ന ഒരു നിലയിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. പലരും ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്യില്ല. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു വലിയ തിരിച്ചറിവ് ലഭിക്കും. അതിനാൽ ഒരു കാര്യവും വിട്ടുപോകാതെ ശ്രദ്ധയോടെ കാണുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? ഈ ചോദ്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ മനസ്സിൽ വേദനയോടെ, ചിലപ്പോൾ കണ്ണീരോടെ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ദൈവം എന്നെ മറന്നോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ്? പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുകയാണ്. ദൈവം ഒരിക്കലും ആരെയും കാരണമില്ലാതെ പരീക്ഷിക്കില്ല. ദൈവം എല്ലാവരെയും പരീക്ഷിക്കുകയുമില്ല. ശക്തിയുള്ളവരെ മാത്രമാണ് ദൈവം പരീക്ഷിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിന് പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും ഒരു സ്കൂൾ ആകുന്ന സമയത്ത്, അല്ലെ? എന്നാൽ ആ ഒരു ഗുരു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഏറ്റവും കഴിവുള്ള വിദ്യാർത്ഥിക്കായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടിയിൽ വലിയൊരു ഭാവി കാണുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവം നിങ്ങളിൽ ഒരു വലിയ ശക്തി കണ്ടിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈ പരീക്ഷണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നു എന്നതാണ്. നമ്മൾ കരുതുന്നത് പലപ്പോഴും ഇതൊരു ശിക്ഷയാണ് എന്നതാണ്. പക്ഷെ സത്യം ഇത് ശിക്ഷയല്ല, ഇതൊരു തയ്യാറെടുപ്പാണ്. നമ്മള് സ്വർണത്തിനെ ശുദ്ധമാക്കാൻ തീയിൽ വയ്ക്കും. തീയിൽ വെച്ചപ്പോൾ ആ ഒരു സ്വർണം എന്താണ് ചിന്തിക്കുന്നത്? എന്തിനെ എന്നെ ഇങ്ങനെ കത്തിക്കുന്നു എന്നായിരിക്കും, അല്ലെ? പക്ഷെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? അത് കൂടുതൽ ശുദ്ധമാവുകയാണല്ലേ, കൂടുതൽ വിലയുള്ളതാവുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തീയാണ്. പക്ഷെ അത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ ശക്തമാക്കാനാണ്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകും എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം ഒരിക്കലും നിങ്ങൾക്ക് നൽകില്ല. ദൈവം നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്നവനാണ്. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ സഹനശക്തി, നിങ്ങളുടെ മനസ്സ് എല്ലാം അവൻ അറിയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്നത്ര മാത്രം ശരിയായ അളവിൽ ഈ പരീക്ഷണങ്ങൾ വരുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കൈവിട്ട് കളയും, കുഞ്ഞു വീഴും, വേദനിക്കും. പക്ഷെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? കുട്ടിയെ വീഴ്ത്താനല്ല, നടക്കാൻ പഠിപ്പിക്കാനാണ്. അതുപോലെ തന്നെയാണ് ദൈവം ചിലപ്പോൾ നിങ്ങളെ ഒറ്റയ്ക്ക് വിടും. നിങ്ങൾക്ക് തോന്നും എനിക്ക് ആരുമില്ല. പക്ഷെ സത്യം, ഭഗവാൻ നിങ്ങളെ വീഴ്ത്താനല്ല, നിങ്ങളെ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് വളരെ വേദന നൽകിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഇത് എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, അതിനെ കടന്നുപോയി അതിനേക്കാൾ ശക്തനായിട്ട് നിങ്ങൾ മുന്നേറിയിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അവൻ ഒരിക്കലും നിങ്ങളെ തകർക്കുന്നില്ല. ഭഗവാൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ശില്പി ഒരു കല്ലിനെ എടുത്ത് അത് മുറിക്കും, അടിക്കും, തുരയ്ക്കും. കല്ലെന്താണ് ചിന്തിക്കുന്നത്? എന്തിനെന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവസാനം എന്താണ് ഉണ്ടാകുന്നത്? ഒരു മനോഹരമായ വിഗ്രഹമായി തീരുമത്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടങ്ങൾ ദൈവത്തിന്റെ ശില്പപ്രവൃത്തിയാണ് എന്നതാണ്. ഭഗവാൻ നിങ്ങളെ ഒരു വലിയ വ്യക്തിയായി രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിനു ഞാൻ എന്ന് ചോദിക്കരുത്. പകരം ഇത് എന്നെ എങ്ങനെ മാറ്റുമെന്ന് ചോദിക്കുക. കാരണം ഓരോ പരീക്ഷയും നിങ്ങളുടെ അടുത്ത നിലയിലേക്ക് പോകാനുള്ള ഒരു വാതിലാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ ഒരു അവസാനമല്ല, അത് ഒരു തയ്യാറെടുപ്പാണ്, ഒരു വലിയ മാറ്റത്തിന് മുന്നോടിയാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടരുത്, തകർന്നു പോകരുത്. ഓർക്കുക, ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നില്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ ഉയർത്താനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അടയാളമാണ്. ഇനി ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന ആദ്യ ലക്ഷണം എന്താണ് എന്നുള്ളത് നോക്കാം. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന ആദ്യ ലക്ഷണം ജീവിതത്തിലെ എല്ലാം ഒരുമിച്ച് തകരുന്നതാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരേ സമയം പണത്തിന് ബുദ്ധിമുട്ട് വരുന്നത്, ജോലിയിൽ പ്രശ്നം നേരിടുന്നത്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എല്ലാം ഒരുമിച്ച് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം തകരും. നിങ്ങൾക്ക് തോന്നും എൻ്റെ ജീവിതം തന്നെ കൈവിട്ടുപോയി. ഇതാണ് പലരും തകർന്നു പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ചിലർക്ക് വിശ്വാസം നഷ്ടപ്പെടും, ചിലർ എനിക്കിതിന് കഴിയില്ല എന്ന് പറയും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം, ഇതൊരു സാധാരണ പ്രശ്നമല്ല, ഇത് ദൈവത്തിന്റെ ഒരു വലിയ പരീക്ഷയാണ്. എന്തുകൊണ്ടാണ് എന്നറിയാമോ? ദൈവം നിങ്ങളെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം പഴയതെല്ലാം തകർക്കണം. ഒരു വീട് പണിയുന്ന സമയത്ത് പഴയ വീട് തകർക്കാതെ പുതിയ വീട് പണിയാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ ചില കാര്യങ്ങൾ തകർന്നു പോകേണ്ടി വരും. നിങ്ങൾക്ക് നഷ്ടമായി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തടഞ്ഞു വെച്ചവയായിരിക്കും. ദൈവം അത് നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാൻ നിങ്ങൾക്ക് അതിലും നല്ലത് നൽകാൻ പോവുകയാണ്. പക്ഷെ ഈ സമയം വളരെ കഠിനമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാലും മറുപടിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ശ്രമിച്ചാലും ഫലം കാണാത്ത അവസ്ഥയുണ്ടാകും. നിങ്ങൾക്ക് തോന്നും എനിക്കെല്ലാം എതിരായി പോകുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാം നിങ്ങൾക്കായി ശരിയായ ദിശയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തകർച്ചയാണ്, പക്ഷെ ദൈവം കാണുന്നത് നിങ്ങളുടെ പുതിയ ഭാവിയാണ്. ഒരു കഥ പറയാം. ഒരു മനുഷ്യൻ തന്റെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെ അവന്റെ ബിസിനസ് തകർന്നു, വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങി. അവൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ശിക്ഷകൾ വരുന്നു? എന്തിന് എന്നെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കുന്നു? കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർക്ക് പുതിയൊരു അവസരം കിട്ടി. അത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പിന്നീടാണ് അവൻ തിരിച്ചറിഞ്ഞത്, ആ തകർച്ചകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ അവസരം ഒരിക്കലും വരുമായിരുന്നില്ല എന്നുള്ളത്. അതാണ് ദൈവത്തിന്റെ വഴി. ആദ്യം തകർക്കും, പിന്നെ പണിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഒരുമിച്ച് തകരുമ്പോൾ ഭയപ്പെടരുത്. അതൊരിക്കലും ഒരു അവസാനമല്ല, അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭയം വിട്ടുകളയുക. കാരണം ഭയം നിങ്ങളെ ദുർബലമാക്കും. നെഗറ്റീവ് ചിന്തകൾ നിയന്ത്രിക്കുക. എനിക്കൊന്നും സാധിക്കില്ല എന്ന ചിന്ത ഒഴിവാക്കുക. പ്രാർത്ഥന കൂട്ടുക. ഈ സമയത്ത് ദൈവത്തോട് കൂടുതൽ ബന്ധപ്പെടണം. ഒരു കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ പുതുക്കുകയാണ്. ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ അത് ശബ്ദമുണ്ടാക്കും, പൊടിയുയരും. പക്ഷെ അതിന് പിന്നിൽ ഒരു പ്ലാൻ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളും. ഒരു വലിയ അനുഗ്രഹത്തിന്റെ മുന്നോടിയാണ് അത് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എല്ലാം ഒരുമിച്ച് തകരുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്താൻ തയ്യാറെടുക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തകരുന്നില്ല, നിങ്ങൾ മാറുകയാണ്. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയാണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വിട്ടുപോയ സമയമുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആരും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ സഹായം ചോദിച്ചു, പക്ഷെ ആരും വന്നില്ല. നിങ്ങൾ കാത്തിരുന്നു, പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ സമയം നിങ്ങൾക്ക് തോന്നും, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. ഇതാണ് മനുഷ്യനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പണപ്രശ്നം പോലും സഹിക്കാം, പക്ഷെ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത് മനസ്സിനെ പൂർണ്ണമായും തകർക്കും. പലരും ഈ ഘട്ടത്തിൽ തകർന്നു പോകും. ചിലർക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥ പോലും ഉണ്ടാകും. ചിലർ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറും. പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടില്ല. ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒറ്റപ്പെടൽ നിങ്ങൾക്ക് നഷ്ടം പോലെ തോന്നും, പക്ഷെ ഒറ്റപ്പെടുത്തൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? കാരണം നിങ്ങൾ ആളുകളിൽ കൂടുതൽ ആശ്രയിച്ചു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മനുഷ്യരിൽ വിശ്വാസം വെച്ചു, ദൈവത്തിൽ കുറച്ചു. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ മനുഷ്യരിൽ നിന്ന് അകറ്റി സ്വന്തത്തോട് അടുത്തു കൊണ്ടുവരികയാണ്. ഒരു കുഞ്ഞ് അമ്മയെ വിട്ട് മറ്റുള്ളവരോട് കൂടുതൽ പോകാൻ തുടങ്ങുമ്പോൾ അമ്മ എന്ത് ചെയ്യും? കുഞ്ഞിനെ തിരികെ വിളിക്കും. അതുപോലെ ദൈവം നിങ്ങളെ തിരികെ വിളിക്കുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകും, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന. അതാണ് ദൈവത്തിന്റെ ശബ്ദം.
മനുഷ്യർ നിങ്ങളെ വിട്ടുപോകുമ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ അടുത്തു വരും. ചിലപ്പോൾ മനുഷ്യർ നിങ്ങളെ സഹായിക്കാത്തത് ദൈവം നേരിട്ട് ഇടപെടാനുള്ള അവസരമാണ്. ഒരു കഥ പറയാം. ഒരു വ്യക്തി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലായിരുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളോട് സഹായം ചോദിച്ചു. ആരും സഹായിച്ചില്ല. അവൻ വളരെ ദുഃഖിതനായി. എനിക്ക് ആരുമില്ല എന്ന് കരുതി. അവസാനം അവൻ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു, പൂർണ്ണമായ വിശ്വാസത്തോടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം വന്നു. അവന് സഹായം ലഭിച്ചു. പുതിയ വഴി അവന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. പിന്നീട് അവൻ മനസ്സിലാക്കി, മനുഷ്യർ സഹായിച്ചിരുന്നെങ്കിൽ ദൈവത്തെ ഞാൻ തേടുമായിരുന്നില്ല. അതാണ് സത്യം. ദൈവം ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങളെ നഷ്ടപ്പെടുത്താനല്ല, നിങ്ങളെ സ്വന്തമാക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദുഃഖിക്കരുത്. അത് നിങ്ങളുടെ ദൗർഭാഗ്യമല്ല, അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റപ്പെടലിൽ ഭയപ്പെടരുത്. ഈ സമയം നിങ്ങളെ ശക്തമാക്കും. ദൈവത്തോട് കൂടുതൽ സംസാരിക്കുക, മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുക, സ്വയം തിരിച്ചറിയുക, നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഒറ്റപ്പെടലിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തും. മനുഷ്യർ നിങ്ങളെ വിട്ടുപോകുമ്പോൾ ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. പകരം പറയൂ, എനിക്ക് ദൈവമുണ്ട്. ഓർക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന മൂന്നാമത്തെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. എല്ലാം വൈകുന്നു. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്കെല്ലാം വൈകുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എല്ലാം ശരിയായ സമയത്ത് നടക്കുന്നു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം എല്ലാം വൈകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷെ ഫലം ഉടനെ കാണുന്നില്ല. നിങ്ങൾക്ക് തോന്നും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എനിക്ക് മാത്രം ഇത്രയും കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പലരും വിശ്വാസം നഷ്ടപ്പെടുന്ന സമയം. ചിലർ പ്രാർത്ഥന നിർത്തും, ചിലർ ദൈവത്തിൽ നിന്നും അകന്നു പോകും. പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദൈവത്തിന്റെ സമയം നമ്മുടെ സമയത്തേക്കാൾ വ്യത്യസ്തമാണ്. ദൈവം ഒരിക്കലും താമസിക്കില്ല. ഭഗവാൻ ശരിയായ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിത്ത് നട്ടാല് അത് അടുത്ത ദിവസം തന്നെ മരമാകുമോ? ഇല്ല, അത് സമയമെടുക്കും. മണ്ണിനടിയിൽ വളരും, നിശബ്ദമായി വളരും. പുറത്തുനിന്ന് ഒന്നും കാണില്ല, പക്ഷെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നും നടക്കാത്തതുപോലെ തോന്നുമ്പോഴും അകത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു അനുഗ്രഹം ഇപ്പോൾ തന്നെ ലഭിച്ചാൽ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ചിലപ്പോൾ വൈകുന്നത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ്. ദൈവം നിങ്ങളെ തയ്യാറാക്കുകയാണ്, കൂടുതൽ ശക്തനാക്കുകയാണ്, കൂടുതൽ സ്ഥിരത നൽകുകയാണ്. ഒരു കുട്ടിക്ക് വലിയ ഒരു ഉത്തരവാദിത്വം ശരിയായ സമയം വരുന്നതിന് മുൻപ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ ആദ്യം നിങ്ങൾ തയ്യാറാകണം, ആദ്യം നിങ്ങളെ തയ്യാറാക്കണം. അതുകൊണ്ടാണ് എല്ലാം വൈകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഡിലേ ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല, ഇതൊരു പ്രിപ്പറേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സമയം വരുമ്പോൾ എല്ലാം ഒരുമിച്ച് സംഭവിക്കും. നിങ്ങൾ ഇന്ന് കാത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ നടക്കും. ഒരു കഥ പറയാം. ഒരു വ്യക്തി വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. അവൻ നിരാശനായി. പക്ഷെ ഒരു ദിവസം അവന്റെ ജീവിതം മുഴുവനായി മാറി. ഒരേ സമയം നല്ല ജോലി ലഭിച്ചു, ധനം കയ്യിലേക്ക് വന്നു, സന്തോഷം ലഭിച്ചു, എല്ലാം ഒരുമിച്ച് ലഭിച്ചു. പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത്, ആ ഒരു ഡിലേ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വലിയ അനുഗ്രഹം ലഭിക്കുമായിരുന്നില്ല എന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദുഃഖിക്കരുത്. അത് നിങ്ങളുടെ പരാജയമല്ല, അത് നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതിന്റെ അടയാളമാണ്. നിങ്ങൾ വൈകുന്നില്ല, നിങ്ങൾ തയ്യാറാവുകയാണ്. ദൈവം നിങ്ങളെ തടയുന്നില്ല, അവൻ നിങ്ങളെ പെർഫെക്റ്റ് സമയത്തിലേക്ക് നയിക്കുകയാണ്. ഇനി മുതൽ എന്തിനു വൈകുന്നു എന്ന് ചോദിക്കരുത്. പകരം പറയൂ, ദൈവമേ, നിന്റെ സമയത്ത് തന്നെ നടക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, കാരണം നിങ്ങളുടെ സമയം വളരെ അടുത്താണ്. ഓർക്കുക, ദൈവം വൈകിക്കും, പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഈ 3 ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരാളല്ല, ദൈവത്തിന്റെ ശ്രദ്ധയിലുള്ള വ്യക്തിയാണ്. കമന്റ് ബോക്സിൽ എഴുതൂ, ദൈവം എന്നോടൊപ്പമുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.